നമസ്കാരം. പ്രതിപക്ഷ ഉപനേതൃപദവി CPIക്ക് നൽകില്ലെന്ന് പിണറായി വിജയൻ വീണ്ടും വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ആ പദവി CPM തന്നെ വഹിക്കുമെന്നാണ് അദ്ദേഹം തീർത്തു പറഞ്ഞത്. പദവിക്ക് വേണ്ടി താൻ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. കത്ത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഉടൻ നൽകുമെന്നും പിണറായി പറഞ്ഞു. കത്തിലെ പേര് CPI നേതാവിൻ്റെതാകുമോ അതോ CPM നേതാവിൻ്റെതാകുമോ എന്ന ചോദ്യത്തിന് അതിൽ ഒരു സംശയവുമില്ല, CPM നേതാവിൻ്റെ പേരായിരിക്കുമെന്നാണ് പിണറായി മറുപടി നൽകിയത്. പിണറായിയുടെ പ്രതികരണത്തിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിണറായി വഹിക്കുന്ന പദവിക്ക് നിരക്കുന്ന പരാമർശമായിരുന്നില്ല അതെന്നും തർക്കവിഷയങ്ങൾ തീർക്കേണ്ടത് ഉഭയകക്ഷി ചർച്ചയിൽ കൂടിയാണെന്നുമാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. ഇപ്രകാരം ഒരു രീതിയിൽ പിണറായി വിജയൻ പറയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അഥവാ അങ്ങനെ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാകും എന്നും ബിനോയ് വിശ്വം പറഞ്ഞു വയ്ക്കുന്നു. ഭരണമുള്ളപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടെ സർക്കാരിനെയും CPMനെയും മുൾമുനയിൽ നിർത്തിയതിന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ബിനോയ് വിശ്വത്തിനാണ് പിണറായി ഇപ്പോൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭരണമുള്ളപ്പോൾ CPI സ്വീകരിച്ച അതേ നിലപാടാണ് ഭരണം നഷ്ടമായപ്പോഴും ബിനോയ് വിശ്വം സ്വീകരിച്ചത്. അതേ നിലപാടിന്റെ ആയാണ് CPMന്റെ കയ്യിലിരിക്കുന്ന ഉപനേതൃ പദവി വേണമെന്ന ആവശ്യവുമായി ബിനോയ് വിശ്വം രംഗത്തിറങ്ങിയത്. എന്നാൽ ആ പദവി CPIക്ക് ലഭിക്കില്ലെന്ന കടുത്ത നിലപാടാണ് പിണറായി വിജയനും CPMും സ്വീകരിച്ചത്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനെ ബിനോയ് വിശ്വത്തിന്റെ അടുക്കലേക്ക് അയച്ച് ആ പദവി ലഭിക്കില്ലെന്നും CPM വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണി കൺവീനർക്ക് കത്തുകൊടുത്ത് പദവിയിൽ കടും പിടുത്തം തുടർന്ന CPI ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. PM ശ്രീ ഉൾപ്പെടെ മുന്നിലുള്ളതിനാൽ CPIയെ പ്രഹരിക്കേണ്ട ഘട്ടങ്ങളിൽ എല്ലാം തന്നെ കടുത്ത പ്രഹരമാണ് പിണറായി വിജയനും CPMും നടത്തുന്നത്. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ CPI പിന്നോട്ടടിക്കുകയാണ്. ആയുധം വെച്ച് കീഴടങ്ങുന്ന നിലപാട് എടുക്കേണ്ടി വന്ന അവസ്ഥയിലാണ് ബിനോയ് വിശ്വം ഇപ്പോൾ. പക്ഷേ ഇതൊന്നും ഗൗനിക്കാതെയാണ് CPM നിലപാട് പിണറായി വീണ്ടും ആവർത്തിക്കുന്നത്. ഈ പ്രശ്നത്തിൽ CPI കടും പിടുത്തം തുടർന്നതിനാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതേവരെ LDF നേതൃയോഗം കൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ ഉപനേതൃ പദവി ലഭിക്കാത്തതിനാൽ CPI വിട്ടുനിൽക്കുകയാണ്. നിയമസഭയിൽ പാർലമെന്ററി യോഗങ്ങളിലോ കമ്മിറ്റികളിലോ LDFൻ്റെതായി ഉണ്ടാകില്ല. അതുണ്ടാകണമെങ്കിൽ CPIയുടെ ആവശ്യം പരിഗണിക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസവും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിലൊന്നും കുലുങ്ങില്ലെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. എന്തായാലും പിണറായി ഇതേവരെ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടില്ല. കത്ത് നൽകിയാലേ CPIയുടെ അടുത്ത നീക്കം എന്താവുമെന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും PM ശ്രീയിലേതുപോലുള്ള വിജയം പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ CPIക്ക് ലഭിക്കില്ലെന്ന് എന്തായാലും ഉറപ്പാണ്.